ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മിനി ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഫോം ബോൾ യൂസ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഫോം ബോൾസ് ആണ് ഉള്ളത്. അത് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫോം ബോൾസ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ബാസ്ക്കറ്റ് ഉണ്ടാക്കണം. ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളൊക്കെ മരുന്ന് കുപ്പികളുടെ മൂടികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു മൗത്ത് വാഷിന്റെ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് 2 ബഡ്സ് എടുക്കണം. അതിലെ തറ്റത്തുള്ള 2 എൻഡുകൾ കട്ട് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അത് അവിടെ സ്റ്റിക്കി ആയിട്ട് നിന്നോളും. പക്ഷെ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ ബോൾ ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നല്ല അമർത്തി കൊടുക്കുകയാണ്. അതിന്റെ ഉള്ളിൽ പശ തേക്കണം കേട്ടോ, എന്നാൽ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. ഈ മൂടി ഇപ്പൊ പ്ലെയിൻ അല്ലേ, അതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കാം. ഇപ്പൊ കുറച്ചും കൂടി ഭംഗിയായി. ഇനി നമുക്ക് ഒരു പേപ്പർ ബോളാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഞാൻ എൻ്റെ നോട്ട്ബുക്കിലുള്ള 3 പേജ് തന്നെ യൂസ് ചെയ്ത് എന്നിട്ട് അത് ചുരുട്ടി ഇങ്ങനെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാനും ഈസി ആണോ? നിങ്ങൾ ഈ ഫോം ബോൾസ് മാത്രം വാങ്ങിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഒരു സെലോ ടേപ്പാണ് വേണ്ടത്. ഇത് നമ്മൾ തിരിച്ച് ഫുള്ളായിട്ട് ഈ ബോളിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ സ്റ്റിക്കിനെസ് ഉള്ള ഭാഗം തിരിച്ചിട്ട് വേണ്ടിട്ട് ഒട്ടിക്കാൻ. അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഫോം ബോൾസ് ഒട്ടിക്കാൻ. ഇനി ഈ ബോൾ നമുക്ക് ഈ സ്റ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഫോം ബോൾസ് ആണ് ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. സെല്ലോ ടേപ്പിന്റെ സ്റ്റിക്കിനെസ് ഉള്ള ഭാഗം നമ്മൾ തിരിച്ചു ഒട്ടിച്ചതുകൊണ്ട് നമുക്ക് ഒരു പാടുമില്ല. ഈ ഓരോ ബോൾസ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അവിടെ സ്റ്റിക്കായിട്ട് നിന്നു. ഫോം ബോൾസ് ഇങ്ങനെ ടേബിളിൽ വെച്ചപ്പോൾ ഞാൻ ഇത് എനിക്ക് തന്നെ ഒരു പാരയാവുന്ന തീരെ വിചാരിച്ചില്ല. ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ആ ടൈമിലാണ് നല്ല കാറ്റടിച്ച്. ഈ ഫോം ബോൾസിന് ചെറിയ കാറ്റ് മതിയല്ലോ പോകാൻ. ഞാനതെല്ലാം തിരിച്ച് വാരി ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചതാണ്. ഇനിയും ഇങ്ങനെയുള്ള ക്യൂട്ട് ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകളൊക്കെ കാണാൻ കഴിയും. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.